ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചെന്നൈ ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്, അയാളെ ഇപ്പോൾ കാണിച്ചു തരാം. കുറേ കാലമായിട്ട് വേണ്ട എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നമ്മളെ ലൈഫിൽ വരേണ്ടത് നമ്മൾ ഒരിടത്തും തങ്ങി നിൽക്കത്തില്ല, അത് നമ്മളെ ലൈഫിൽ തന്നെ വരും. നമ്മൾ എത്ര അത് വേണ്ടാന്ന് വിചാരിച്ചാൽ. അങ്ങനെയുള്ള ആളെ കാണിച്ചു തരട്ടെ, ഇപ്പം കാണിച്ചു തരാം കേട്ടോ. ആളൊന്ന് കാണിച്ചു തരട്ടെ. ഇതാണ് ഞങ്ങളുടെ ചക്കരക്കുട്ടി, ഹസ്കി കുട്ടി. ഇത് ഹസ്കിയാണ്. അവന്റെ കണ്ണ് കണ്ടോ? കണ്ണ് നല്ല ബ്ലൂ കളറിലുണ്ടോ? നോക്കടാ കണ്ട. അപ്പൊ നമ്മളുടെ പുതു ആളാണ്, ഞങ്ങളുടെ ഫാമിലി മെമ്പറിനെ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഹായ് പറഞ്ഞേ, ഹായ് ഹായ് പറഞ്ഞേ. ധ്രുവ്. അപ്പം ഞങ്ങൾ അതിന് പേരിട്ടിരിക്കുന്നത് ധ്രുവ് എന്നാണ്. പേര് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അറിയിക്കുക. ധ്രുവൾക്ക് മാളുവിന് വേണ്ടിയിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഞങ്ങൾ പ്രസന്റ് ചെയ്ത സാധനമാണ് കേട്ടോ. ഇതിന് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? അപ്പൊ ഇനിയുള്ള വീഡിയോയിലെ ഇവനും ഉണ്ടാവും നിങ്ങളുടെ കൂടെ. ജിമ്മൂസ് കുറേ കാലത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നു, എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇനിയുള്ള വീഡിയോയിൽ നമ്മുടെ ഈ ചിങ്കാരനും കൂടെ ഉണ്ടാവും. ഈ ചിങ്കാരനോ ഒരു ഹായ് പറഞ്ഞ ചിങ്കാര ഒന്ന് നോക്കി അങ്ങോട്ട് നോക്കടാ ക്യാമറയിൽ. ക്യാമറ നോക്കടാ, ക്യാമറ നോക്കാ. എല്ലാരോടും ഒരു ഹായ് പറഞ്ഞേ, ഒരു ഹായ് പറഞ്ഞേ, ഒരു ഹായ് പറഞ്ഞേ. അപ്പൊ നമ്മുടെ മുന്നേയുള്ള ജിമ്മൂസ് ജർമ്മൻ ഷെപ്പേർഡ് ആയിരുന്നു. ഇത് ജർമ്മൻ ഷെപ്പേർഡിന് ഇനി വേണ്ടാന്നുള്ളൊരു ഇത് വന്നിട്ട് ഞങ്ങൾ ഇപ്പോൾ ഒരു ഹസ്കി കുട്ടീനെ കൊണ്ടുവന്നു. ഹസ്കി കുട്ടി, ഇവന്റെ കളർ ഇതാണ് അവന്റെ കളർ, ലൈറ്റ് കളറാണ്. ഇവിടെ ഫുൾ വെള്ളയാണ്, ഇവിടെ വൈറ്റ് കളർ. ഇവിടെ വൈറ്റ് കുട്ടിയാണ്, നല്ല തരികിട പിടിച്ച സാധനമാണ്. കുരുത്തെങ്ങയുടെ ചെറുക്കനാണ്. അവനെ താഴെ പോണം, അതിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. ഓക്കെ, വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് എല്ലാവരും ഇന്ന് കാണിക്കണ്ടേ നമ്മളുടെ വികൃതികളൊക്കെ? വേണോ വേണ്ടിയാ? ധ്രുവിന്റെ ഹായ് ആണേ. മൊത്തം വെള്ള കളറിലായോണ്ട് അവനെ കാണുന്നില്ല, ശരിക്കും ക്ലിയർ ആവുന്നില്ല. ഗ്രേ കളറാണ് ഇവിടെ ഗ്രേ, ഇവിടെ വൈറ്റ്. ഹസ്കിക്ക് പല കളറുണ്ട്. ഇവിടെ ബ്ലാക്ക് കളറുള്ളതുണ്ട്, റെഡ് ഉണ്ട്, പിന്നെ ഇപ്പം ഫുൾ ബ്ലാക്ക് ഒക്കെ കാണുന്നുണ്ട്. ഇവിടെയൊക്കെ ബ്ലാക്ക് ആയിട്ടുള്ളത് കാണുന്നുണ്ട്, ജർമ്മൻ ഷെപ്പേർഡിന്റെ കളറുമാരികളൊക്കെ കാണുന്നുണ്ട്. ഇപ്പൊ പല ടൈപ്പ് ഉണ്ട്. അതേപോലെ കണ്ണും ഇതുപോലെ ഇട്ടേക്ക് ബ്ലൂ കളർ ഉണ്ട്, ബ്രൗൺ ഉണ്ട്, പിന്നെ റെഡും ബ്ലൂ ആയിട്ടുള്ളുണ്ട് കണ്ണ്. അവൻ വന്നിട്ടിപ്പോ ഈ മാസം 9-ാം തീയതി അവിടെ വന്നത്. 10 ദിവസമേ ആയിട്ടുള്ളൂ വന്നിട്ട്. ഇപ്പൊ 50 ദിവസമായി. വരുമ്പോ 43 ഡേയ്സിലാണ് വന്നത്. ഇപ്പൊ 50 കഴിഞ്ഞ് 53 ആയി. ചെറിയ കുഞ്ഞുവാവയാണ്. ഇതിനെ കാണിക്കുന്നതിൻ്റെ മുന്നേ നമ്മളോട് 13 വർഷം ഉണ്ടായിരുന്ന നമ്മുടെ ജിമ്മൂസിനെ പരിചയപ്പെടുത്തിയില്ലെങ്കിൽ പിന്നെ എന്താ. അവൻ്റെ ആ ടൈമിലുള്ള പ്രായമാണ്. ഇപ്പോൾ ധ്രുവിൻ്റെ പ്രായമാണ് ഈ കാണുന്ന 2 മാസം. അപ്പോൾ അധികം ഫോട്ടോസുകളും വീഡിയോസുകളും ഒന്നും എടുത്തു വെക്കാൻ പറ്റിയില്ലെങ്കിലും അത്യാവശ്യത്തിനുള്ള ആ ടൈമുകളിലൊക്കെ ഞങ്ങൾ എടുത്തു വച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് കുറച്ച് കാലം വലുതായതിന് ശേഷമുള്ളതാണ്. ഇത് കുറച്ചുകൂടെ നല്ല വലിപ്പമുള്ള സമയത്ത് എടുത്ത 1 വർഷം 2 വർഷത്തിൻ്റെ ഇടയിലൊക്കെ എടുത്ത വീഡിയോസുകളാണ് കാണുന്നത്. പിന്നെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലായിട്ട് അവൻ്റെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഇത് സത്യം പറഞ്ഞാൽ അവന് ഞാൻ ഗ്രീൻ ഗ്രാസ് മേടിച്ചു കൊടുത്ത സമയത്ത് അന്നെടുത്ത ഫോട്ടോസാട്ടോ. എൻ്റെ കൂടെ നമ്മുടെ ചക്കരക്കുട്ടിയായിരുന്നു, ഞങ്ങളുടെ എല്ലാമായിരുന്നു. ഞങ്ങളുടെ വീട്ടിലുള്ള എന്താ പറയുക, നമ്മൾ കൂട്ടത്തിൽ തന്നെ നമ്മൾ അങ്ങനെ വളർത്തുന്നതാണ്. നമ്മളെ കൂടെ നമ്മൾ എന്താണോ അതേപോലെ തന്നെ വീട്ടിലൊരു അംഗം എന്ന നിലയിൽ വളർത്തുന്നതാണ്. അത് അവനും അതുപോലെയാണ് നമ്മളെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ അവൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോസാണ് ഇതൊക്കെ. ഞാൻ അന്ന് എടുത്തു വെക്കുന്നതും ഒക്കെ കുറേ വീഡിയോസ് ഉണ്ട്.
സത്യം ഇത് ഇന്നിപ്പോൾ എനിക്കത് അവൻ നമ്മളെ വിട്ടുപോയതിന് ശേഷം ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. അങ്ങനെ ധ്രുവക്കുട്ടി ഇവിടെ 43 ദിവസം വന്നതിന് ശേഷമുള്ള ആ ഒരാഴ്ചത്തെ വീഡിയോസൊക്കെയാണ് ഈ കാണുന്നതൊക്കെ. ഭയങ്കര കുരുത്തക്കാടാണ്. അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ കാലാട്ടോ. കാല് കടിച്ച് പറിക്കുക എന്നുള്ളതാണ് അവൻ്റെ ഏറ്റവും വലിയ വിനോദം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അവർ വലുതാവുന്നൊന്നും നമ്മളറിയത്തില്ല. അതുപോലെയാണ് അവരുടെ 2 മാസം 3 മാസം രീതിയിലാവും പോകുന്നത്. പക്ഷേ ഇപ്പം ജിമ്മിൻ്റെ കുറേ വീഡിയോസ് എനിക്ക് മിസ്സായിട്ടുണ്ട്, എനിക്ക് എടുത്തു വെക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇനി ധ്രുവിൻ്റെ വീഡിയോസ് എല്ലാ വളർച്ചയും അതേപോലെ എടുത്തു വെക്കണം, എൻ്റെ വീഡിയോയിൽ ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞാൻ അവൻ്റെ ഒരു വീഡിയോ മിസ്സാക്കാറില്ല. എല്ലാ കളികളും ഞാൻ വീഡിയോ ആക്കി വെക്കാറുണ്ട്. അപ്പോൾ അവൻ്റെ കുരുത്തക്കേടുകളൊക്കെയാണ് ഈ കാണുന്നത്. സത്യം പറഞ്ഞാൽ എല്ലാ ഡോഗിനും ഉള്ളതാണ് ഈ തുണി പിടിച്ച് വലിച്ചുകൊണ്ട് പോവുക. പൂച്ചയായിക്കോട്ടെ ഡോഗായിക്കോട്ടെ അതിൻ്റെയൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് തുണി വലിച്ചുകൊണ്ട് പോവുക, തുണി കടിക്കുക. ഇതൊക്കെയുള്ള ഈ ഒരു പ്രായം അതിൻ്റെ ഒരു സമയമാണ്, ആ കളിക്കേണ്ട പ്രായമാണ്. നമ്മളെ മനുഷ്യരുടെ കുട്ടികൾ തന്നെ എന്താ പറയുക, നമ്മൾ ചെറുതായിരുന്ന സമയത്തുള്ള കുരുത്തക്കേട് പോലെ തന്നെയാണ് ഈ കുട്ടികളുടെ കാര്യം. അതേ കുരുത്തക്കേടും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഈ സമയത്ത് എന്ത് പറഞ്ഞാലും കേൾക്കത്തില്ല. ഈ സമയത്ത് നമ്മൾ അവരെ സ്നേഹിക്കുക, കുറച്ച് ചെറിയ കാര്യങ്ങൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. അവന് യൂറിൻ പാസിന് വേണ്ടിയിട്ടാണ് ഈ മാറ്റ് വെച്ചിരിക്കുന്നത്. ഈ മാറ്റിൽ അവന് അതൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇപ്പം വേറെ എവിടെയും യൂറിൻ ചെയ്യത്തില്ല. അവൻ ആ കറക്റ്റ് സമയമാകുമ്പോൾ പാഡിൽ, അത് ട്രെയിനിങ് പാഡാണ്. ചെറിയ വാവകളൊക്കെ ആണെങ്കിൽ നമ്മൾ ട്രെയിനിങ് ചെയ്ത് വരണം. ഇവന് അത് കുറച്ച് ദിവസം കൊണ്ട് തന്നെ അവനത് മനസ്സിലായി തുടങ്ങി. അവനത് കറക്റ്റായിട്ട് ചെയ്ത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നൊരു ടബിൻ്റെ അകത്ത് ഇട്ടപ്പോൾ അവനത് ഭയങ്കര ഇഷ്ടമായി. കാരണം ഇങ്ങനെ ചുരുണ്ട് കൂടി ഇരിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു സുഖമാണ്. പിന്നീട് അവനൊരു ഹരം എന്ന് വെച്ചാൽ റിമോട്ടായിരുന്നേ. റിമോട്ട് ഞാൻ TV കാണാൻ വേണ്ടി ഞാൻ താഴെ കിടക്കും. അപ്പോൾ ആ റിമോട്ട് എടുത്ത് ഓടുകയാണ് മെയിൻ പരിപാടി അവൻ്റെത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ കിടന്നു കഴിഞ്ഞാൽ എൻ്റെ ദേഹത്ത് വന്ന് കളിക്കലാണ് ജോലി. ഞാൻ നിലത്ത് കിടക്കും, ഇരുന്ന് TV ഓൺ ചെയ്യും, TV-യിൽ സിനിമ കാണും. ഇവൻ ഇടക്കിടക്ക് വന്നിട്ട് എന്നെ ഒരു കടിയൊക്കെ വെച്ചിട്ട് ഒരു ഒറ്റ ഓട്ടമാണ്. അപ്പോൾ അവൻ്റെ കൂടെയുള്ള നല്ല നല്ല വീഡിയോസുകളൊക്കെയാണ് അവൻ വന്ന 2-3 ദിവസം കൊണ്ട് ഉള്ള വീഡിയോസാണ്. പിന്നെ അവനുള്ള ഫുഡ് കാര്യങ്ങൾ, അവനുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഓൺലൈൻ വഴി മേടിച്ചിട്ടുണ്ട്. പിന്നെ അവൻ ഇപ്പം ഹസ്കി എന്ന നിലയിൽ തന്നെ ഇതിന് ശരിക്കും പറഞ്ഞാൽ ഫുഡിൻ്റെ കാര്യത്തിൽ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ തോന്നുന്ന പോലെ വലിച്ചു വാരി ആയിട്ടൊക്കെ കൊടുക്കരുത്. അവർ കഴിക്കും, അവർക്ക് കഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അവർക്കറിയില്ലല്ലോ എന്ത് കഴിക്കാൻ പാടില്ല കഴിച്ചുകൂടാന്നുള്ളത്. പക്ഷേ നമ്മൾ ഓരോ ഡോഗിനും ഇന്നത് കൊടുത്തുകൂടാ, ഇന്നത് കൊടുക്കാം എന്നുള്ള ഓരോ കാര്യങ്ങളുണ്ട്. അതിനനുസരിച്ച് വേണം ചെയ്യാൻ. ചില നമ്മളുടെ ഫുഡ്, നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെയുള്ള ഡോഗുകൾക്ക് പോയ്സനാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പ്രത്യേകിച്ച് ഹെയറുള്ള ഡോഗുകൾക്ക് നമ്മൾ എത്രയോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതിനെ ബ്രഷ് ചെയ്യാനും എല്ലാം ഓരോരോ സ്റ്റെപ്പും നമ്മൾ കുഞ്ഞിനെ നോക്കുന്ന പോലെ അതിനെ നോക്കണം. സത്യം പറഞ്ഞാൽ ഇവൻ വന്നതിന് ശേഷം എനിക്കിപ്പോൾ ടൈം കിട്ടുന്നില്ല. ഒന്ന് അവനുമായിട്ട് കൊഞ്ചി സമയം പോണത് അറിയത്തില്ല. മിക്കവാറും അവനുമായിട്ടുള്ള കളിയാണ്. പിന്നെ നമുക്കൊരു സന്തോഷമാണ് മനസ്സിന്. നമ്മൾ പല കാര്യങ്ങൾ ആലോചിക്കാതെ ഇവൻ്റെ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മളുടെ നല്ല നല്ല ദിവസങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ പറയുക, അവന് ഉറക്കം വന്നിട്ട് പോയി കേട്ടോ. അവൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള സാധനം എൻ്റെ കാല്. ഇനിയുള്ള വീഡിയോയിലൊക്കെ ഇവൻ്റെ കുരുത്തക്കേടൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അവൻ കുരയ്ക്കാനൊക്കെ നോക്കും, പക്ഷേ സൗണ്ട് വരത്തില്ല കേട്ടോ. എന്നോട് ഭയങ്കര സൗണ്ടൊക്കെ ഉണ്ടാക്കി നോക്കും, പക്ഷേ സൗണ്ട് വായിനിങ്ങ് പുറത്ത് വരില്ല. ചെറിയ വാവല്ല, അതുകൊണ്ടായിരിക്കാം. പക്ഷേ ഇനിയിപ്പോൾ 2-3 മാസം ഇതൊക്കെ ഇപ്പം എന്ന് വെച്ചാൽ കളിക്കുക, ഉറങ്ങുക, ആ ഒരു രീതിയിലുള്ള ഒരു സമയമാണ്. ഒരു 3 മാസം വരെ അത് കൂടുതൽ ഉറങ്ങുക, പിന്നെ കളിക്കുക, ഈ ഒരു ഇതാണ്. ഇപ്പോൾ അവനുള്ള കളിസാധനങ്ങളൊക്കെ വരുന്നതേ ഉള്ളൂ. അതിൻ്റെ ഒരു ദിവസം ആ കളിസാധനമൊന്നും ഇല്ലാത്ത സമയത്ത് എൻ്റെ അടുത്തല്ലേ കളിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഡ്രസ്സ് പിടിച്ച് വലിക്കുക, കീറുക, ഇതൊക്കെയാണ് മെയിൻ പരിപാടി. പല്ലിൽ കുടുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇരുന്നിട്ട് കീ എന്ന് പറഞ്ഞ് സൗണ്ട് ഉണ്ടാക്കും. നാളെ ഫ്യൂച്ചറിൽ ഇതൊരു ഓർമ്മയായിട്ടിരിക്കട്ടെ ധ്രുവ് വന്ന സമയം. കാരണം അവൻ വലുതായി വരും, നമ്മൾ പോലും അറിയാതെ
ഓരോ മാസം കടന്നു പോകും. അപ്പോൾ അവൻ വലുതായി വരുന്ന കഴിയുമ്പോൾ ഈ വീഡിയോ ഒക്കെ എനിക്ക് ഇവൻ്റെ ഒരു കാണുമ്പോൾ എനിക്ക് ജിമ്മൂസിൻ്റെ വീഡിയോ ഒന്നും എടുത്തു വച്ചില്ലല്ലോ എന്ന് ഭയങ്കര സങ്കടം കേട്ടോ. ആ സമയത്തൊന്നും നമ്മളെ ഇതുപോലെയുള്ള ഫോണുകളൊന്നും നമ്മളെ കയ്യിലൊന്നും ആ സമയത്ത് ഒരു മൊബൈൽ അത് അത്ര ക്യാമറകളൊന്നും ക്ലാരിറ്റി ഇല്ലാത്ത സമയങ്ങളിലൊക്കെയുള്ള സമയത്താണ് ജിമ്മൂസൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളെ വീട് പണി നടക്കുന്ന സമയമായിരുന്നു. അവനെ ശ്രദ്ധിക്കാനുള്ള സമയം ഞങ്ങൾക്ക് കൂടുതൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അവനെ റൂമിലിടും, രാത്രി വല്ലതും കിടക്കാൻ നേരത്ത് അവൻ്റെ കൂടെ കുറച്ച് നേരം കളിക്കും, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ ഇത് ജിമ്മൂസിൻ്റെ ബോളാണ്. ഈ ബോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര മെമ്മറിയാണ്. എൻ്റെ ജിമ്മൂസ് ലാസ്റ്റിലും ആ സമയത്തൊക്കെ ജിമ്മൂസ് ഈ ബോൾ വെച്ച് ഭയങ്കരമായിട്ട് കളിക്കുമായിരുന്നു റൂഫിൽ വെച്ചിട്ട്. ഈ ബോൾ അവനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവൻ്റെ ഒരു ഓർമ്മയ്ക്ക് എന്നും ഈ ബോൾ ഉണ്ടാവണം എന്നുള്ളൊരിതിൽ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ബോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബോൾ വെച്ച് ഭയങ്കരമായിട്ടും ധ്രുവ് കളിക്കും. അപ്പം ഞങ്ങളെ ധ്രുവക്കുട്ടി എന്നാണ് പേരിട്ടത് കേട്ടോ. അപ്പോൾ ഇവനിപ്പം ഉള്ള ഇതെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള സ്ഥലത്തൊക്കെ ഒന്ന് കയറി നോക്കുക, ഒന്ന് കയറാൻ പറ്റുമോ നോക്കുക, അതൊക്കെ ശ്രമം കുറേ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കയറണം. ആ ഒരു ചുറ്റിക പോലത്തെ സാധനം എടുക്കാനുള്ള പരിപാടി കേട്ടോ. കയറാൻ പറ്റില്ല. ഇപ്പം കുറച്ചുകൂടെ കഴിയുമ്പോൾ അവൻ ജമ്പ് ചെയ്ത് കയറും. പിന്നെ മെയിൻ പരിപാടി ഈ കസേരകളുടെ അടിയിൽ പോയിരിക്കുക, കട്ടിൻ്റെ അടിയിൽ പോയിരിക്കുക. പിന്നെ ഇവന് കട്ടിൻ്റെ അടിയിൽ കുറച്ചും കൂടെ കുറവാണ്. പക്ഷേ ഈ കസേരയുടെ അടിയിൽ വന്നാണ് കിടന്നുറങ്ങുന്നത്. നമ്മളവിടെ കയറിയിരിക്കുമ്പോൾ നമ്മളെ കസേരയുടെ അടിയിൽ കിടന്നുറങ്ങുക. ഇതൊക്കെയാണ് അവൻ്റെ മെയിൻ പരിപാടി. അത് ആ ചുറ്റിക വേണം, അതിന് വേണ്ടിയിട്ടാണ് ഈ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഇത്രയും നല്ല വെയിറ്റ് ഉണ്ടെന്നൊക്കെ അവനെവിടെ അറിയുന്നു. അവനതിങ്ങ് വലിച്ചെടുത്ത് തലമണ്ടേ കൊള്ളുമ്പോൾ പഠിച്ചോളും. എന്തായാലും ഒരു രസമുണ്ട്. പിന്നെ ഇതിനെ നമ്മളെ ചെന്നൈ ചൂടിൽ വളർത്തുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫാന് അറ്റ്ലീസ്റ്റ് AC അല്ലെങ്കിൽ ഫാന് അത്യാവശ്യമാണ്. പിന്നെ ഈ എന്താ പറയുക, ഒരു എന്തെങ്കിലും ഡോഗെന്നും പറഞ്ഞ് വളർത്തുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ എന്താ പറയുക, ഒരു കെയറും ഇല്ലാതെ ചിലവർ വളർത്തും. ഭയങ്കര സ്നേഹത്തോടെ വളർത്തുന്നൊന്നുമല്ല, എവിടെയെങ്കിലും കൊണ്ടുപോയി കെട്ടിയും കിട്ടേക്കും, അതിനെ തിരിഞ്ഞു നോക്കത്തില്ല. പട്ടിയെന്ന് പറഞ്ഞ് കുറച്ച് ദിവസം അതിനോട് കളിക്കും, അത് കഴിഞ്ഞാൽ പിന്നെ അതിനെ തിരിഞ്ഞു നോക്കത്തില്ല. അങ്ങനെയുള്ള ആളുകളുണ്ട് കുറേ. അപ്പോൾ നമ്മളങ്ങനെയൊന്നും അല്ല വളർത്തുന്നത്, നമ്മളെ കൂടെ തന്നെ വളർത്തുകയാണ്. അതിനുള്ള എല്ലാ ഇതും ഞാൻ ചെയ്യുന്നുണ്ട്, ഓരോരോ കാര്യങ്ങളും ക്ലിയറായിട്ട്. പിന്നെ എന്താ അവൻ മുകളിലേക്ക് കയറാനൊക്കെ, കട്ടിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ധ്രുവ് എന്ന് വിളിച്ചിട്ട് വരുമ്പം അവന് പേര് അവൻ സെറ്റായിട്ടില്ല, അവന് വരുന്നതേ ഉള്ളൂ, പഠിച്ച് വരുന്നതേ ഉള്ളൂ, നമ്മൾ പേരിട്ടതേ ഉള്ളൂ. പക്ഷേ ഞാൻ ധ്രുവ് എന്ന് വിളിച്ച് അത് കുറേ ദിവസം കഴിയുമ്പോഴത്തേക്ക് അവന് മനസ്സിലാവും അവൻ്റെ പേരാണെന്ന്. പിന്നെ അവൻ അതിലേക്ക് സെറ്റാവും. അങ്ങനെയാണ് നമ്മൾ ഓരോന്ന് നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ പറഞ്ഞ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും, ഇത് എന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ അവർ ആ പേരിലേക്ക് സെറ്റായി അവരുടെ പേര്. പക്ഷെ അതൊന്നും പറയില്ല, നമ്മൾ ജിമ്മൂസൊക്കെ ഉണ്ടല്ലോ, വിളിച്ചു കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കത്തില്ല. ഇടയ്ക്ക് എന്നെ എന്തിനു ചുമ്മാ കയറി വിളിക്കുന്നതെന്ന് അറിയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ തിരിഞ്ഞു നോക്കത്തില്ലായിരുന്നു. അപ്പോൾ ഇവനിപ്പോൾ മുകളിൽ കയറണം. ഞാനിപ്പോൾ ബെഡിൻ്റെ മേലെയാണ്, അപ്പോൾ അവന് മുകളിൽ വരണം. അതിന് വേണ്ടിയുള്ള ശ്രമമാണ്. പക്ഷേ ഇതൊന്നും നോക്കണ്ട, ഒരു 3-4 മാസം ആകുമ്പോഴത്തേക്ക് അവൻ ചാടി കയറിക്കോളും. ഇവന് ടബിൽ കിടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇങ്ങനെ ചുരുണ്ട് കൂടി എൻ്റെ കാല് കടിച്ച് രസിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഉറക്കം വരുന്നുണ്ട്, അതിൻ്റെ ഒരു ഇതും കൂടെ ഉണ്ട്. അവന് ആ ടബ് വലിയ ഇഷ്ടമാണ്. കാരണം ഇതിങ്ങനെ ചുരുണ്ട് കിടക്കാമല്ലോ, അത് ഈ ഒരു സമയത്തായിട്ടൊക്കെ ഏറ്റവും ഇഷ്ടമാണ്. കാരണം അമ്മയുടെ ചൂടും കൊണ്ട് കിടക്കേണ്ട സമയമുള്ള കുട്ടികളാണ് ഇതൊക്കെ. അപ്പം അതിൻ്റേതായ ഒരിതുണ്ട്. അപ്പം ഇങ്ങനെ ഇതുപോലത്തെ സാധനമൊക്കെ കിട്ടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ചുരുണ്ട് കിടക്കും. ഇവൻ കുറേ കാലം ചെറുപ്പം മുതലേ അതിൻ്റെ അമ്മേൻ്റെ അടുത്തുനിന്ന് മാറ്റി വേറൊരു സ്ഥലത്ത് കൊണ്ടുവന്നത് കൊണ്ട് ഇവന് അങ്ങനെ ആരും വേണമെന്നൊന്നുമില്ല, ഒറ്റയ്ക്ക് റൂമിലിരുന്നോളും, കളിച്ചോളും. എൻ്റെ ഞാനവിടെ കിടന്നപ്പോൾ എൻ്റെ റിമോട്ട് പതുക്കെ എടുത്ത് അത് കാണാൻ നല്ല രസം കേട്ടോ. റിമോട്ട് എടുത്തുകൊണ്ട് പോണതാണ്, അതും എടുത്തുകൊണ്ട് പോയതാണ്. പിന്നെ ഇങ്ങോട്ട് എനിക്ക് സിനിമ കാണുന്നുണ്ട്. അവൻ അവിടെ ഇവിടെയൊക്കെ അമർത്തിയിട്ട് TV-യിൽ സ്ക്രീനൊക്കെ മാറുന്നുണ്ട്. അതിൻ്റെ പല്ല് വെച്ചിട്ട് അതിൻ്റെ ബട്ടൺ അമരുമല്ലോ. അപ്പം അത് എടുത്തുകൊണ്ട് പോകുന്നത് കാണാൻ നല്ല രസം കേട്ടോ, അതാ രസം. പിന്നെ
അവന് അവിടെ താഴെ റിമോട്ട് വെക്കാൻ പറ്റില്ല, അപ്പോൾ റിമോട്ട് പൊക്കിക്കൊണ്ടൊരു ഒറ്റ ഓട്ട. എന്നെ ടി വി കാണാൻ സമ്മതിക്കത്തില്ല. അവനെന്തോ റിമോട്ടിന് അങ്ങ് വലിയ ഇഷ്ടമായി. അത് ചില സാധനങ്ങളോടിട്ടൊക്കെ ഒരു ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ഇത് എടുത്ത് അതിൻ്റെ അത് എന്താ പറയുക, പീസാക്കുന്ന തോന്നുന്നത്. ഇതിവിടെ വന്ന് കിടന്ന് എന്തോ കുരുത്തക്കേട്ട പരിപാടിയാണ്. എന്നാൽ ഞാനിടയ്ക്ക് വിളിക്കുമ്പോൾ നോക്കുന്നുണ്ട്. ഡാന്നൊക്കെ വിളിക്കുമ്പോൾ ഇപ്പം നന്നായിട്ട് നോക്കും. നിങ്ങൾ ഡോഗിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏതെല്ലാം തരത്തിലുള്ള നമ്മളെ ഇന്ത്യയിലുള്ള ലാംഗ്വേജുകൾ നോക്കിക്കുക. ഹിന്ദി ആയിക്കോട്ടെ, കന്നഡ, തെലുങ്ക്, തമിഴ്, മലയാളം, അവിടെ എവിടെ ഈ ഡോഗിനെ കൊണ്ടുവന്നു കുറേ ദിവസം കഴിയുമ്പോൾ അവർ പറയുന്ന ഭാഷകൾ ഇറ്റുകൾ പഠിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെക്കാൾ കൂടുതൽ അവരല്ലേ പെർഫെക്റ്റ്. എല്ലാ ഭാഷകളായിട്ടൊക്കെ പഠിക്കാൻ കഴിയുന്നുള്ളൂ എന്നാണ്. എവിടെയാണോ നിൽക്കുന്നത് അവിടുത്തെ ഭാഷ കരസ്ഥമാക്കിയിരിക്കും. കടിരാമനാണ്, നല്ലോണം കടിക്കും, നമ്മൾ പണി വെച്ച് തരും ശരിക്കും. കാരണം ഈ സമയത്ത് അയറ്റേക്ക് ഈ മുഖം വെച്ചിട്ട് ഈ വായി വെച്ചിട്ടാണ് അയറ്റുകൾ നമ്മളടുത്ത് കാര്യങ്ങൾ പറയണത്. അപ്പം പക്ഷെ ജിമ്മൂസിന് കുറച്ചും കൂടെ കൈ വെച്ചിട്ടൊക്കെയാണ് തട്ടവും പിടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇവൻ കുറച്ച് ഡിഫറെൻ്റാണ്. ഇതാകുമ്പോൾ വന്ന സമയത്ത് ഞാൻ താഴെ ഇരുന്ന് ടി വി കാണും. ആ സമയത്ത് എൻ്റെ അടുത്ത് വന്നിരുന്ന എവിടെ ടി വിയിൽ സിനിമ കാണുന്ന ഇവനെയും നോക്കി ഇവനെയും കളിപ്പിച്ചാണ് ഇരിക്കുന്നത്. സിനിമ വെക്കുന്നതൊക്കെ വേസ്റ്റ്. അപ്പോൾ കാരണം അവനുമായിട്ട് കളിക്കുന്ന സമയം എന്താ പറയുക, മൂവി കാണുന്നതിനേക്കാളും കൂടുതൽ രസമാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ അവൻ്റെ കൂടെ തന്നെ കളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നല്ല രസകരമായ ദിവസങ്ങളായിരുന്നു അവൻ വന്നതിന് ശേഷമുള്ളത്. അപ്പോൾ അടുത്ത കുറേ വീഡിയോസുകളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അവൻ്റെ നല്ല നല്ല മനോഹരമായ വീഡിയോസുകളൊക്കെ ആയിട്ട്. ബ്ലൂ ഐ ആണ് അവൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ അസ്കി എന്നുള്ളത് അതിലേക്ക് എപ്പോഴും ചൂട് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് അതിൻ്റേതായ ഒരിതുണ്ട്. എപ്പോഴും ഫാന് അത്യാവശ്യമാണ്. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും കൂട് ഇട്ട് മാറ്റുകയാണെങ്കിൽ തന്നെ അവിടെ ഒരു ഫാന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം അതിലേക്ക് ചൂട് താങ്ങാൻ പറ്റില്ല. പ്രത്യേകിച്ച് ചെന്നൈ കാലാവസ്ഥയിൽ ആയാലും ഇപ്പം കേരളത്തിലായാലും ഭയങ്കര ചൂടാണ്. അപ്പോൾ എൻ്റെ കാലാണ് അവൻ്റെ എപ്പോഴത്തെയും കടിക്കാനുള്ള ഏറ്റവും വലിയ ഇത്. പിന്നെ റിമോട്ട് എടുത്തുകൊണ്ട് പോയി. റിമോട്ടിനോട് അവൻ എന്തായാലും കണ്ണു വെച്ചിട്ടുണ്ട്. ഇനി റിമോട്ടൊന്നും താഴെ വെക്കാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ റിമോട്ട് അവൻ തരത്തുമില്ല. അപ്പം ഇവൻ്റെ അടുത്തുള്ള വീഡിയോസ് എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ അവൻ്റെ അടുത്ത് പോയി നിന്ന് വീഡിയോസ് എടുത്തതാണ്. അവൻ്റെ കണ്ണ് കാണാൻ വേണ്ടിയിട്ട്. നല്ല ബ്ലൂ കളർ കണ്ണായതുകൊണ്ട് തന്നെ നല്ല രസമാണ് കാണാൻ. പക്ഷേ ഇവിടെ റൂമിന് കുറച്ച് വെളിച്ചം കുറവായതുകൊണ്ട് എൻ്റെ മൊബൈലിൽ അത്രയ്ക്ക് ഒന്നും ക്ലിയർ ആവുന്നില്ല. അപ്പോൾ ഇവൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് പിന്നീടുള്ള വീഡിയോയിലൊക്കെ കാണാം. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. എന്തായാലും നമ്മളെ ലൈഫിലേക്ക് വരേണ്ടവർ വരും, പോവേണ്ടവർ പോവും. അത് ഒരു സത്യമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. വരേണ്ടത് നമ്മളെ ലൈഫിൽ വരേണ്ടത് വന്നിരിക്കും. അത് നമ്മൾ വേണം. ഞാനിപ്പം ജിമ്മുവിന് ശേഷം ഡോഗ് വേണ്ടാന്ന് പറഞ്ഞ് ഇരുന്ന ഒരാളാണ്. പക്ഷേ ഇവന് നമ്മളെ ലൈഫിലേക്ക് വരണമെന്നുണ്ട്. അവനങ്ങനെ എന്തൊക്കെയോ ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ബ്രോക്കറെ നമ്പർ കിട്ടി. ഹസ്കി ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ അവൻ ഒരു വീടിൻ്റെ നമ്പറൊക്കെ തന്നു. അവിടെ പോയി ഇവനെ എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ അവൻ നമ്മളെ ലൈഫിലേക്ക് കയറി വന്നിട്ടുണ്ട്. ജിമ്മൂസ് പോയതിന് ശേഷം ഇനി ഒരിക്കലും ഡോഗ് ഉണ്ടാവില്ല, ഇനി വേണ്ട, ഇനി എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ചെടുത്ത് നല്ലൊരു കുട്ടിയായി, നല്ലൊരു മോനായി നമ്മളുടെ കുടുംബത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി അവൻ്റെ കൂടെ, അവൻ നമ്മളെ കൂടെയുള്ള കൂട്ടായിരിക്കും അങ്ങോട്ട് മുഴുവനും. പക്ഷെ സത്യം പറയാലോ, അയറ്റുകളെ നന്നായിട്ട് നോക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ വാങ്ങുക. കാരണം നമ്മളെ മനസ്സ് എപ്പോഴും സന്തോഷമായിട്ടിരിക്കും, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കും. കാരണം നമ്മളവർ എപ്പോഴും ഹാപ്പി ആയിരിക്കാനുള്ള എല്ലാ സാഹചര്യവും അവരുണ്ടാക്കി തരും. അത് നിങ്ങൾ പോലും അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം, അതിനോട് സ്നേഹം വേണം. അതിനോട് കളിക്കാനും അതിനെ കുറേ നേരം നമ്മൾ നോക്കാനും ഒക്കെയുള്ള മനസ്സ് നമുക്കുണ്ടായിരിക്കണം. അല്ലാതെ ഒരു ചങ്ങലയിലിട്ട് ഒരു സൈഡിൽ പൂട്ടിയിട്ട് അങ്ങനെ വളർത്താനാണെങ്കിൽ മേടിക്കാതിരിക്കുക. നമ്മളെ കൂടെ നിർത്തി നമുക്കൊരു പ്രൊട്ടക്റ്റായിട്ട് എപ്പോഴും ഉണ്ടാവും. കാരണം ജിമ്മൂസ് എൻ്റെ ഉള്ളപ്പോൾ തന്നെ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എനിക്കൊരു പേടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവൻ എപ്പോഴും ഒരു
പ്രൊട്ടക്റ്റ്. ആരെങ്കിലും ഒന്ന് കയറി കഴിഞ്ഞാൽ ഞാൻ വെച്ച് കൂട്ടും എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അതിനനുസരിച്ച് നമ്മൾ നോക്കണം, നന്നായിട്ട് നോക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ ബുക്കൊക്കെ വലിച്ച് എടുത്ത് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അവൻ ഏറ്റവും കൂടുതൽ അവൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ എൻ്റെ പെന്നാണ്. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പെന്നെടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളോട് ഇറ്റക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. എൻ്റെ ബുക്ക് മിക്കവാറും കീറും എന്നാണ് തോന്നുന്നത്. അപ്പം ഞാനിങ്ങനെ അതിൻ്റെ ബുക്കിൻ്റെ മണ്ടേ കയറി നിൽക്കുക. എന്നെ പഠിക്കാനൊന്നും സമ്മതിക്കത്തില്ല. അല്ല, അവൻ ആ ക്യാപ്പ് പെന്നും എല്ലാം വേണം. അതിന് വേണ്ടിയാണ്, അല്ല ബുക്കല്ല അവന് പ്രശ്നം. അവൻ ആ പെന്നാണ് വേണ്ടത്. ആ പെന്നെടുത്തുകൊണ്ട് പോകാനാണ് എന്നെ ഇപ്പോൾ സോപ്പിട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ എൻ്റെ ബുക്ക് ഇപ്പോൾ കീറും ആ ദേഷ്യത്തിന്. അതാ പറഞ്ഞില്ല, അതിൻ്റെ മുന്നേ അവൻ വലിച്ച് ഒട്ടി. ഈ ഒരു സമയത്ത് നമ്മൾ നോ ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അത് കറക്റ്റായിട്ട് പിന്നീട് അതിൻ്റെ പെന്നെടുത്തോണ്ട് പോയി കേട്ടോ. അതിൻ്റെ ഇടയിൽ അവൻ ബ്ലാക്ക് കളർ പെന്നെടുത്തോണ്ട് പോയി. അപ്പം ഞാൻ ഇതിൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ട് ഇതെന്താ ഞാൻ ബുക്കിൽ എഴുതിക്കൊണ്ടിരിക്കുന്നതെന്ന്. അതിൻ്റെ വിശേഷങ്ങൾ ഞാനൊരു വീഡിയോയിൽ, അതൊരു സർപ്രൈസാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു ദിവസമാണ് പൊയ്ക്കൊണ്ടിരിക്കുക. അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ പിന്നെ പറയാം. അപ്പോൾ അവൻ ബുക്കൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ പെന്ന് അതിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചു. അപ്പോൾ അവൻ അതിനറിയാം അതിൻ്റെ അകത്ത് പെന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അവൻ കാലിട്ട് അമർത്തുമ്പോൾ ഒക്കെ തട്ടുന്നുണ്ട്. അപ്പം അതെടുക്കാനുള്ള ശ്രമത്തിലാണ് അവനിപ്പം. അതെങ്ങനെയെങ്കിലും അവന് ബുക്ക് അത് തുറന്നെടുക്കാൻ വേണ്ടിയിട്ട് അവൻ ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഇടയിൽ ഒരു കടിയൊക്കെ വെച്ച് തരുന്നുണ്ട്. എങ്ങനെ എടുക്കണം എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കള്ളൻ. അയ്യോ, ഇപ്പം സത്യം പറഞ്ഞാൽ ദിവസങ്ങൾ പോകുന്നത് അറിയുന്നില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ സമയമില്ല. എനിക്ക് എഴുതാൻ ഒരുപാടുണ്ട്, പഠിക്കാൻ ഒരുപാടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിനൊന്നും സമയമില്ല. അതാവും മാന്തിപ്പുറച്ചവൻ പിന്നെടുക്കാനുള്ള പരിപാടിയാണ്. ഞാൻ അവിടെ തട്ടിയിട്ട് വിരട്ടുമ്പോൾ ഇല്ലേ ഒരു പേടി എന്ന് പറയണില്ല കേട്ടോ. നമ്മളൊക്കെ ജിമ്മൂസിനൊക്കെ ശരിക്ക് പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവന് പേടിയൊന്നുമില്ല, ഇവൻ്റെ കളി. പക്ഷേ ഡോഗ് ലവേഴ്സിന് ഈ ഒരു വീഡിയോസൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇഷ്ടമാവും കേട്ടോ. അല്ലാത്തവർക്കൊന്നും ഇത് പിടിക്കത്തില്ല. കാരണം അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഈ മൃഗങ്ങളോടൊക്കെ വെറുപ്പില്ല. എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരെ ഇഷ്ടമല്ല, സത്യം പറയാമല്ലോ. എന്താ പറയുക, മിണ്ടാപ്രാണികളെ സ്നേഹിച്ച് പഠിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങൾ എല്ലായിടത്തും നല്ല രീതിയിൽ തന്നെ നിൽക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. അയറ്റുകൾ എത്രത്തോളം ഉപദ്രവിക്കുന്നു അത് നിങ്ങളെ ലൈഫിൽ നിങ്ങൾക്ക് എഫക്റ്റ് ആവുകയും ചെയ്യും. അത് ഒരു സത്യം തന്നെയാണ്. അതിനി എന്തില്ല എന്ന് പറഞ്ഞാലും അത് കറക്റ്റാണ്. അവർ മുന്നോട്ട് പോകത്തില്ല. ഈ മിണ്ടാപ്രാണികളെയൊക്കെ ഉപദ്രവിക്കുന്ന ആളുകളുണ്ട്. ഒരു രസമാണ് ചിലയിറ്റിങ്ങൾക്ക് കല്ലെടുത്തെറിയുക, അയറ്റുകൾ ഉപദ്രവിക്കുക. അങ്ങനത്തെ മെൻറ്റാലിറ്റിയുള്ള കുറേ എന്താ പറയുക വളരെ മോശമുള്ള ആളുകളുണ്ട്. അവൻ എൻ്റെ കാല് വെച്ച് കളിക്കുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നിൽക്കുന്നത് കേട്ടോ. എനിക്ക് ഈ കാല് വെച്ച് തട്ടുന്നതൊന്നും എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷേ അവൻ എൻ്റെ കാല് വെച്ചാണ് എപ്പോഴും കളിക്കുക. അതുകൊണ്ട് ഇങ്ങനെ തള്ളി കളിക്കുന്നതേ ഉള്ളൂ. അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ.